ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മശക്ക് മുരിങ്ങക്കോലും ചെമ്മീനും വെച്ചിട്ട് ഒരു രുചികരമായ വിഭവം. ഇതിനായിട്ട് ഞാൻ 4 മുരിങ്ങക്കോൽ എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വയ്ക്കുക. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു 1/4 കപ്പ് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം. ഇതേ ചട്ടിയിലേക്ക് തന്നെ 1 ടീസ്പൂൺ തുവരപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിലേക്ക് തന്നെ ഒരു 4 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൊരിയിച്ച് വറുത്തെടുത്ത് കോരാട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പുളിയും ഒരു തുണ്ടുപ്പും കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് തുള്ളി വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ചിലവരിത് പൊടി പോലെ കേട്ടോ ആക്കാറ്. ഞാൻ അപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുരിങ്ങ കഷ്ണങ്ങളെ നെടുകെ കീറിയെടുക്കണം. കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അത് നെടുകെ കീറി വരും, നന്നായി വെന്ത കാരണം. ഇനി ഈ പേസ്റ്റ്, ഈ അരച്ച് വെച്ച ഈ മിക്സില്ലേ, ഈ മിക്സ് നമ്മുടെ മുരിങ്ങയുടെ അകത്തേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ. വീഡിയോ കാണുന്നവർ ഈ അവസരത്തിൽ ഒന്ന് ലൈക്ക് അങ്ങോട്ട് അടിച്ചോളൂ കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മുടെ ഇത് കറക്റ്റായിട്ട് ഫില്ലിംഗ് ആയി വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായ ഈ മുരിങ്ങക്കായ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മീൻ വറുക്കണ പോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല മണം വരും ഇത് ഫ്രൈ ആയി വരുമ്പോൾ കേട്ടോ. നല്ല എന്തൊരു പ്രത്യേക വാസനയാണ്. കഴിക്കാനും അതെ, ഭയങ്കര രുചിയാട്ടോ. മശക്ക് എന്നാണ് ഈ വിഭവത്തിൻ്റെ പേര്. ഇത് തമിഴ്നാട്ടിലുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.